ഇതേ നല്ല മാങ്ങാണ്ടി ഒന്ന് ചപ്പി കൂട്ടി നോക്കിക്കുക നിങ്ങൾ. നല്ല ടേസ്റ്റാണ് ഈ മാങ്ങാണ്ടി ഈ ചാറിലൊന്ന് ചപ്പി കൂട്ടാനായിട്ട്. നല്ല മുരിങ്ങയ്ക്ക, മാങ്ങ, ചക്കക്കുരു, തേങ്ങ അരച്ച് വെച്ച കറി. ഇത് എൻ്റെ ഒരു ഫേവറേറ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തൊന്ന് നോക്കുക. എനിക്ക് എന്തൊരു നല്ല എക്സ്പീരിയൻസ് ആണെന്നറിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനെന്നുള്ളത്. അതായത് ഇതെല്ലാം എൻ്റെ വീട്ടിലുണ്ടായ സാധനങ്ങൾ കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കി തരാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് വിചാരിച്ചിരിക്കുന്നത്. അതായത് ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക കറി. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന കറി. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കാണിക്കുമ്പോൾ ഞാനും ആകെ എക്സൈറ്റഡ് ആണ്. ഇനി പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള തേങ്ങയും ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കറിവേപ്പിലയാണെങ്കിലും വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാം ഹോം ഗ്രോൺ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല ഒരു ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക കറി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കണേ. ഒരു ചട്ടി എടുത്തു. അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഈ ചക്കക്കുരു കുറച്ച് ഉപ്പും വെള്ളവും ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ചട്ടി തന്നെ വെക്കുന്നതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ്. ഇതൊന്ന് ചക്കക്കുരുവിന് കുറച്ചും കൂടെ വേവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചക്കക്കുരു ആദ്യം വേവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുരിങ്ങയ്ക്കയും മാങ്ങയും ആഡ് ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ദേ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആ മുരിങ്ങയ്ക്കയും മാങ്ങയും കുഞ്ഞതായിട്ട് അരിഞ്ഞ മുരിങ്ങയ്ക്കയും മാങ്ങയും ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ മാങ്ങാണ്ടിയും കൂടെ ഇട്ടിട്ടുണ്ട്. അത് നല്ല ചപ്പാൻ നല്ല ടേസ്റ്റാണ് കറിയിൽ ലാസ്റ്റ്. ഇനി കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ചക്കക്കുരു ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ പോകും. ഇപ്പം മുരിങ്ങയ്ക്കയും മാങ്ങയും കണ്ടോ എല്ലാം നല്ല വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർക്കണം. അത് ഞാൻ തേങ്ങ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ തേങ്ങയാണ്. ഞാൻ പറഞ്ഞില്ല എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ടായതാണ്. ഇനി തേങ്ങ അരച്ചതും കൂടെ ഇപ്പോൾ ചേർത്ത് നമുക്ക് കറി റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങക്കായും പറഞ്ഞു. ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ഞാൻ ഒരു മുറി തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി അരയ്ക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം. കടുക് താളിക്കാനായിട്ട് കടുക് വേണം. ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും മതി. ബാക്കി ഇൻഗ്രീഡിയൻസ് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തന്നു. ബാക്കി ഇൻഗ്രീഡിയൻസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ തേങ്ങയൊക്കെ ഞാൻ നല്ല വെണ്ണ പോലെ പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ നല്ല വെണ്ണ പോലെ അരയ്ക്കണം. അതാണ് ആ കറിയുടെ ടേസ്റ്റ്. പിന്നെ ആ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനത് മിക്സി കഴുകിയ വെള്ളം കൂടെ ഈ പ്ലേറ്റ് ഒഴിച്ചിട്ട് നമുക്ക് അതും വൃത്തിയാക്കിയെടുക്കാം. ഇനി നമുക്കതിനെ ഒന്ന് ഇളക്കി നോക്കാം. ആവശ്യത്തിന് കുറുകലിന് മതി. ഒത്തിരി കുറുകൽ വേണ്ട. കണ്ട ആ മാങ്ങാണ്ടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചപ്പി കൂട്ടാനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് അതിന്. ഇനി ഇത് ഒന്ന് കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. മൂടി വെച്ചിട്ട് തന്നെ നമുക്കതിനെ തിളപ്പിക്കാം. അപ്പോൾ മുരിങ്ങക്ക, മാങ്ങ, ചക്കക്കുരു കറിയൊക്കെ നന്നായിട്ട് വെന്ത് ആ തേങ്ങ അരപ്പിലൊക്കെ കിടന്ന് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഒന്ന് ഈ അടുപ്പത്തു നിന്നൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കടുക് വറുക്കാനുള്ള പാത്രം അടുപ്പത്തോട്ട് വെക്കാം. അങ്ങോട്ട് വെച്ചു. പിന്നെ വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിനകത്തോട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്.
ഒന്ന് കടുക് വറക്കാൻ ആവശ്യമുള്ള ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് ഞാൻ കടുകും വറുത്ത് അതിനകത്ത് ചെറിയ ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളിയും നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ വറുത്തിട്ട് നമുക്ക് കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്യാൻ പോവാം. നല്ലതായിട്ട് ഇതൊക്കെ ചെറിയ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ കറിയുടെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്ന ഒരു സിമ്പിളായിട്ട് എൻ്റെ വീട്ടിലുണ്ടായ സാധനങ്ങൾ കൊണ്ട് മാത്രമുള്ള ഒരു കറി. അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. കുറച്ച് നമുക്ക് ഗാർണിഷിനും എടുത്ത് വെക്കാം. ഉണ്ടോ, നല്ല മുരിങ്ങയ്ക്ക, മാങ്ങ, ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്.